ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താണ് സമർപ്പിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷെ അതിന്റെ കോഗ്നിസൻസ് എടുക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല. അതിന് പറഞ്ഞ കാരണം എന്താണ്? ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് അടിസ്ഥാനമാക്കി എടുത്തതാണ് FIR-ന് ബദലായി. അന്ന് കോടതി ചോദിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജഡ്ജിയുടെ പേര് വിശാൽ ഗോഖനെ, അന്ന് കോടതി ചോദിച്ചത് അതിന്റെ PMLA ജൂറിസ്ഡിക്ഷൻ പരിധി നിയമപ്രകാരമല്ലാതെ വ്യാഖ്യാനത്തിൽ കൂടി വികസിപ്പിക്കാൻ നോക്കുന്നുവെന്നാണ്. കോടതി ഉപയോഗിച്ച വാക്ക് ഇന്റർപ്രറ്റേറ്റീവ് മസിൽ എന്നാണ് കോടതി അന്ന് ഉപയോഗിച്ച വാക്ക്. അപ്പോൾ യുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാലം വിവാദഭരിതമാണ്. ഒട്ടുമിക്ക കേസുകളിലൊക്കെ യുടെ ജൂറിസ്ഡിക്ഷൻ അതിന്റെ ജൂറിസ്ഡിക്ഷൻ വിട്ട് അതിനെ നിയമപരമല്ലാത്ത രീതിയിൽ വ്യാഖ്യാനപരമായി വികസിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ കോടതിയിൽ നടന്നതും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനവും ഒക്കെ യുടെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട തന്നെയല്ലേ? ഉത്തരവങ്ങ് വായിച്ചതാണ്. ഇത് സുപ്രീം കോടതി വരെയൊക്കെ പോകാനുള്ള ഒരുപക്ഷെ ശരിയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ 2.78 കോടി രൂപ എന്തിനാണെന്ന ചോദ്യം വളരെ സജീവമായി അവിടെ നിൽക്കുമ്പോൾ തന്നെ യുടെ ഈ പരിധി സംബന്ധിച്ച ചോദ്യം കുറച്ചുകൂടി വലിയ ചോദ്യമാണ് ശ്രീ തമ്പി. തീർച്ചയായിട്ടും അങ്ങ് ഇവിടെ ചോദിച്ചതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണേണ്ട ഒരു വസ്തുത, ഈ നിയമപരമായ മാനങ്ങളും രാഷ്ട്രീയ മാനങ്ങളും രണ്ടാണ്. സത്യത്തിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ആർക്കെങ്കിലും അനുകൂലമാണെന്നോ ആർക്കെങ്കിലും പ്രതികൂലമാണെന്നോ വ്യക്തിപരമായി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നില്ല. കാരണം വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് കേസിൽ സുപ്രീം കോടതി, യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് യുടെ അവകാശങ്ങളെക്കുറിച്ച്, കോൺഫിസ്കേഷന്റെ അവകാശങ്ങളെക്കുറിച്ച്, കേസെടുക്കുന്നതിന്റെ അവകാശങ്ങളെക്കുറിച്ച്, അതിന്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച്, കാരണം യുടെ ഈ ജൂറിസ്ഡിക്ഷനെ പറ്റി അങ്ങ് സൂചിപ്പിച്ചതുപോലെ യുടെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച്, അതിന്റെ അധികാരങ്ങളെക്കുറിച്ച്, അതിന്റെ ഭരണഘടനാ തർക്കങ്ങളെക്കുറിച്ചുള്ള വലിയ മാനങ്ങളുള്ള ഒരു ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നത്തെ ഈ കേസിൽ ഈ വിധി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഈ CMRLന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം, ഉദാഹരണത്തിന് ഒരു ഇ ഡി ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ അതിന് ഒരു സമാനമായ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടാകണം. ഒരു IPC, ഉദാഹരണത്തിന് എന്നെ ഒരു IPC ഒഫൻസ് എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ക്രിമിനൽ കോടതിയിൽ എനിക്കൊരു FIR ഉണ്ട്. ആ FIR ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സമാനമായി അതിനോടനുബന്ധിച്ചുകൊണ്ട് ഡിക്ക് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അത്തരത്തിലുള്ളൊരു FIR ഇതിലില്ല എന്നാണ്, ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് ഒരു സെക്ഷൻ 50, ഇതിലെ PMRL ആക്ടിലെ സെക്ഷൻ 50 എന്ന് പറയുന്നത് ഒരു സിവിൽ സ്വഭാവമുള്ള ഒരു വകുപ്പാണ്. അതായത് ഇതിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല. വീണയ്ക്കെതിരെ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് എടുത്തിട്ടില്ല, ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഡിക്ക് ഇൻവെസ്റ്റിഗേഷൻ അല്ല, എൻക്വയറി നടത്താം. ഇൻവെസ്റ്റിഗേഷനും എൻക്വയറിയും രണ്ടാണ്. ഈ എൻക്വയറി എന്ന് പറയുന്നത് സമൻസ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. സമൻസ് അയക്കാം, മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. ആ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് എൻക്വയറി നടത്താം. ആ എൻക്വയറി പ്രോസസ്സാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുള്ളൊരു സിവിൽ സ്വഭാവം വളരെ എടുത്ത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിൽ സിവിൽ സ്വഭാവമുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണം പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ആ എൻക്വയറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ആ എൻക്വയറിയിൽ ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ രൂപവും ഭാവവും മാറും. തമ്പി, ഇപ്പോൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന പോലെ സിവിൽ നടപടി മാത്രമേ പാടുള്ളൂ, അറസ്റ്റ് പാടില്ല, ക്രിമിനൽ നടപടി. അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് CMRL കോടതിയിൽ പറയുന്നു, കോടതിയോട് ചോദിക്കുന്നു, ഇത്ര വർഷമായ കേസിൽ ഇത് ക്രിമിനൽ വ്യവഹാരങ്ങൾ ഒഴിവാക്കി സിവിൽ മാത്രമാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ കോടതിയുടെ മറുപടി സോറി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിവിൽ ആണെങ്കിലും പോകുന്ന വഴിയിൽ, അന്വേഷിക്കുന്ന വഴിയിൽ ക്രിമിനൽ സ്വഭാവം കണ്ടാൽ ഈ പറയുന്ന സമൻസ് അടക്കം അറസ്റ്റ് അടക്കം അതിന്റെ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ഇടിക്ക് മുന്നോട്ട് പോകാൻ യാതൊരു പ്രശ്നങ്ങളും കോടതി ഉത്തരവുപ്രകാരം ഇല്ല. ശ്രീ തമ്പി, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോൾ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ റിലീഫ് ആയിട്ട് ഈ പറയുന്ന ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ കഴിയും. ഇപ്പോഴത്തെ അറ്റ് ദിസ് പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതി ഇ ഡി ഉത്തരവിട്ട സമൻസ് റദ്ദാക്കാത്തത്, ഈ അന്വേഷണം തടയാത്തത്, അത് കാരണം ഒരന്വേഷണവും തടയാൻ ഒരു കോടതിക്കും കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാമല്ലോ, കോഡിഫൈഡ് ഫോം ഓഫ് കോമൺ സെൻസ് ആണ് എല്ലാ നിയമങ്ങളും. അത് ED ആയാലും ശരി, IPC ആയാലും ശരി, CRPC ആയാലും ശരി. കാരണം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ് എൻക്വയറി ആയാലും ശരി. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു. ആ അലിഗേഷനെ കുറിച്ച് ഒരു എൻക്വയറി
ED ആരംഭിച്ചിരിക്കുന്നു. ആ എൻക്വയറി ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ തടയാൻ കഴിയില്ല. അതൊരു സിവിൽ ലിംബാണ് സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവാണ് സെക്ഷൻ 50ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിവിൽ അന്വേഷണം, അതായത് ഒരു ഇപ്പോൾ നടക്കുന്ന ഒരു സിവിൽ അന്വേഷണമാണ്, ഒരു എൻക്വയറിയാണ് നടക്കുന്നത്. എൻക്വയറി തടയാൻ കഴിയില്ല എന്നാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുപ്രധാനമായ, അത് വളരെ വളരെ എന്താ പറയുന്ന, ഈ സെക്ഷൻ 50യുടെ ആയാലും ശരി, സെക്ഷൻ 3 PMLR ആക്ടിന്റെ എല്ലാ പ്രൊവിഷന്റെയും കോൺഫിസ്കിക്കേഷൻ ഉൾപ്പെടെയുള്ള ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഇതിന്റെ ഭരണഘടന ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഈ ആക്ടിലെ പല നിയമങ്ങളും ഒരു പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും പേഴ്സണൽ ലിബർട്ടിയെ പോലും അനിക്കുന്ന അൺകോൺസ്റ്റിറ്റ്യൂഷണലായ പ്രൊവിഷനാണെന്നാണ്. അതെല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷമാണ് സുപ്രീം കോടതി അത്തരത്തിൽ എൻക്വയറി നടത്താനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രധാന. ആത്യന്തികമായി ഇന്ന് വന്ന കോടതി ഉത്തരവിൽ താങ്കൾ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ CMR-നെതിരായിട്ടോ എക്സാലോജിക്കെതിരായിട്ടോ ഏതെങ്കിലും പരാമർശങ്ങളില്ല. അതിൽ മൊത്തം വായിച്ചു നോക്കിയാൽ ഞാൻ പ്യൂർലി ടെക്നിക്കൽ ടേംസ് മാത്രമാണ് അതിലുള്ളത്. കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം ഈ പറയുന്ന പോലെ FIR അല്ലാതെ, നേരത്തെ നമ്മൾ ഡൽഹി നാഷണൽ ഹെറാൾഡ് കേസിൽ അത് മറ്റൊരു കേസാണ് എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിൽ കേസെടുത്തു. അത് കാരണം ഈ ചാർജ് ഷീറ്റിൽ കോഗ്നിസ് എടുക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യമാണ്. ECIR അല്ലാതെ FIR അല്ലാതെ കേസെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണം സാധ്യമാവില്ല എന്നുള്ളതായിരുന്നു CMR-ന്റെ വാദം. ECR എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര ടൂൾ മാത്രമാണ്, ആഭ്യന്തര രേഖ മാത്രമാണ്, ഏതെങ്കിലും തരത്തിൽ പ്രസക്തമല്ല നീടി അവിടെ വാദിക്കുന്ന സംഭവം ഉണ്ടായി. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ഇപ്പോൾ SFIO കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അതൊരു കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് പ്രകാരം ഞങ്ങൾ കേസെടുക്കാൻ പൂർണ്ണമായ അവകാശമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണം പോകാൻ FIR ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എൻക്വയറി നടത്താൻ അവകാശമുണ്ട് എന്ന് ED വാദിച്ചു. ശ്രീ തമ്പി പറഞ്ഞതുപോലെ ആ അന്വേഷണം തടയാൻ കോടതി തയ്യാറായില്ല. അന്വേഷണം മുന്നോട്ട് പോകൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ സിവിലാണെങ്കിൽ പോകുന്ന വഴിയിൽ അതിൽ ക്രിമിനൽ നടപടികൾ കണ്ടാൽ, കള്ളപ്പണ ഇടപാടടക്കം കണ്ടാൽ, ബാക്കി ക്രിമിനൽ കേസ് എടുക്കാൻ ഇന്ന് വന്ന കോടതി ഉത്തരവ് പ്രകാരം EDക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ പരിമിതികളേ ഇല്ല. അല്ലെങ്കിൽ തന്നെ അതിന്റെ അധികാരപരിധി അപരിമേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.